ആൻഡ് ഗൈറോമിക്ക് വരെ ഞെട്ടിപ്പോയി. കാരണം ആപ്പിളിന്റെ ബെഞ്ച് മാർക്ക് സ്കോർ വരെ ഈ ഒരു ഫോൺ കടത്തി വെട്ടിയെന്നാണ് കേൾക്കുന്നത്. അതിന് മാത്രം എന്ത് മ്യാരക ഫീച്ചേഴ്സ് ആണ് ഈ ഫോണിനകത്തുള്ളത് നോക്കിയാലോ. ഞാൻ ആദ്യമായിട്ട് റിയൽമി നമിച്ചിരിക്കുന്നു. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 6.78 ഇഞ്ചസിന്റെ QHD 2K LTPO OLED ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഓരോരുത്തര് 120 ഹെർട്സ് പ്രോ വേരിയന്റിൽ കൊടുക്കുമ്പോൾ നമ്മുടെ റിയൽമി 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റിനോടൊപ്പം 7000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസും അൾട്രാസോണിക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ പാനലും ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നമ്മുടെ റിയൽമി ഗെയിമിംഗ് ഫോൺ മാത്രമല്ല, കിടിലൻ ക്യാമറ ഫീച്ചേഴ്സ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ട് 32 മെഗാപിക്സലിന്റെ ഫ്രണ്ട് സെൽഫി ക്യാമറയാണ് സാംസങ്ങിന്റെ സെൻസർ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് 4K 30-60 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയാണ് നമ്മുടെ റിയൽമിയുടെ വജ്രമായിട്ടുള്ള റീഹോ ലെൻസ് കൊളാബിൽ വരുന്ന 50 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ സെൻസറിനോടൊപ്പം 50 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ലെൻസും ഫൈനലായിട്ട് 200 മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസും ആണ്. വിത്ത് 12x ഡിജിറ്റൽ സൂമും 3x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ടും റീഹോ ലെൻസസ് ആയതുകൊണ്ട് തന്നെ ടോപ്പ് ക്വാളിറ്റി ഫീച്ചേഴ്സിനോടൊപ്പം 4K 30-60-120 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനകത്തുള്ള നമ്മുടെ ആപ്പിളിന്റെ സ്കോറിനെ വരെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന സ്നാപ്ഡ്രാഗന്റെ 8 Elite Gen 5 ആയിട്ടാണ് നമ്മുടെ ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതുപോലെ അപ് ടു 30 lakhs Antutu സ്കോർ, ഒക്ടാകോർ CPU, Adreno 840 GPU, LPDDR5X റാം ടൈപ്പും ആൻഡ്രോയിഡ് 16 റിയൽമി UI 7 ആയിരിക്കും ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ പ്രൊസസറും ക്യാമറ മാത്രം ബെസ്റ്റ് ആയാൽ മതിയോ? ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 7000 mAh ബാറ്ററി ബാക്കപ്പിനോടൊപ്പം 120 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ്, IP68 റേറ്റിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്രയും വിലയുള്ള ഒരു സ്മാർട്ട് ഫോണിനകത്ത് വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നില്ല. ആൻഡ് ഫൈനലി ബാക്കിയുള്ള ബ്രാൻഡ്സിനൊക്കെ തന്നെ നമ്മുടെ ഈ ഒരു സ്മാർട്ട് ഫോൺ വളരെയധികം അടി തന്നെയായിരിക്കും. അതിനോടൊപ്പം നമ്മുടെ റിയൽമി GT 8 Pro നവംബർ എൻഡിലോടെ അതല്ലെങ്കിൽ ഡിസംബർ ഫസ്റ്റ് വീക്ക് ആയിരിക്കും ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിൽ. അതുപോലെ പ്രൈസിന്റെ കാര്യത്തിൽ എന്തായാലും കോംപ്രമൈസ് കാണത്തില്ല. എന്തായാലും ഒരു 65,000-നും 75,000 രൂപയ്ക്കായിരിക്കും ഈ സ്മാർട്ട് ഫോണിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരാൻ പോകുന്നത്. എന്നാൽ ഈ ഒരു റേഞ്ചിൽ നോക്കുവാണെങ്കിൽ നല്ലൊരു ക്യാമറ പെർഫോമൻസും അതുപോലെ ഗെയിമിംഗ് പെർഫോമൻസും ഒരു ഓൾ റൗണ്ടർ നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ് റിയൽമിയുടെ GT 8 Pro. ആൻഡ് ഫൈനലി അതാണ് പുതുതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന റിയൽമി GT 8 Pro സ്മാർട്ട് ഫോണിന്റെ ഡീറ്റെയിൽസ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ മച്ച് ടെക് വീഡിയോസ് ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.